കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി തള്ളണമെന്ന് പോലീസ്. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നെന്നും ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ലെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണെന്നും കോടതി സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നവീൻ ബാബുവിനെതിരായ ജില്ലാ കളക്ടറുടെ മൊഴിയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നവീൻ ബാബുവും ടി.വി. പ്രശാന്തനും തമ്മിൽ ബന്ധപ്പെട്ടതിന്റെ CDR വിവരങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, ഈ പറഞ്ഞ പോലീസ് കുറ്റപത്രത്തിൽ നവീൻ ബാബുവിനെ സംശയത്തിൽ നിർത്തുന്ന ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നവീൻ ബാബുവിനെ ക്രൂശിക്കുന്ന ഈ റിപ്പോർട്ടിനെതിരെ, ഈ കുറ്റപത്രത്തിനെതിരെ ഒരു പുനരന്വേഷണ ആവശ്യവുമായി കുടുംബം രംഗത്ത് വരുന്നത്. പോലീസിന്റെ നിലപാടെന്താണ്? പോലീസിന്റെ വിശദീകരണം എന്താണ്? ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ കുറ്റപത്രം, പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിലെ ചില പഴുതുകൾ, പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ചില പഴുതുകൾ ഉണ്ട്, അതിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല, ശാസ്ത്രീയമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തുടരന്വേഷണം വേണം, ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹർജി കണ്ണൂർ കോടതിയിൽ നൽകിയത്. അത് ഇന്ന് പരിഗണിക്കുകയും പിന്നീട് അതിൽ വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി 23-ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ തുടരന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഹർജി തള്ളിക്കളയണം എന്നതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ശാസ്ത്രീയമായ സമഗ്രമായ അന്വേഷണം ഇതിൽ നടന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ഈ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ആമുഖമായി പറയുന്നത് ഇതിൽ ആത്മഹത്യാ പ്രേരണ സംബന്ധിച്ച കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ ഈ ക്ഷണിക്കാതെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തതും പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി അത് ദൃശ്യങ്ങൾ പകർത്തിയത് പ്രചരിപ്പിച്ചതൊക്കെ ആത്മഹത്യാ പ്രേരണയായി അതിൽ അത് ചാർജ് ചെയ്തത്, ആ കാര്യങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നേരത്തെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതായത് ഈ കേസിൽ ഈ കുറ്റപത്രത്തിൽ ചില പഴുതുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അതേപടി ആവർത്തിക്കുകയാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പോലീസിൻ്റെ റിപ്പോർട്ടിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയാണ്. കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി എന്ന് പറയുന്നത് ഈ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം കളക്ടറുടെ ചേംബറിലെത്തി ADM ആയിരുന്ന നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റി എന്ന് കളക്ടറോട് കുറ്റസമ്മതം നടത്തിയതായാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്നതാണ് ജില്ലാ കളക്ടറുടെ മൊഴി ആയി പറയുന്നത്. അതിൽ പോലീസിന് നൽകിയതും റവന്യൂ വകുപ്പിന് നൽകിയതും അതേ സമാനമായിട്ടുള്ള മൊഴിയാണ്. അത് കുറ്റപത്രത്തിലും അതുപോലെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ തൊട്ടു പിന്നാലെ, അതായത് ഈ ചേംബറിൽ വന്ന് നവീൻ ബാബു കണ്ടതിന് തൊട്ടു പിന്നാലെ വൈകിട്ട് റവന്യൂ മന്ത്രിയെ ജില്ലാ കളക്ടർ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ADM വന്ന് സംസാരിച്ചതിന് ശേഷം റവന്യൂ മന്ത്രിയെ കളക്ടർ വിളിച്ചത് എന്താണെന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നവീൻ ബാബുവും അതോടൊപ്പം തന്നെ ഈ ടി.വി. പ്രശാന്തൻ, ഈ വിവാദ പെട്രോൾ പമ്പ് NOCക്ക് അപേക്ഷ നൽകിയിട്ടുള്ള ടി.വി. പ്രശാന്തനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള CDR തെളിവുകൾ നിരവധി തവണ അവർ സംസാരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ CDR തെളിവുകൾ ഉണ്ട്. അത് കുറ്റപത്രത്തിലും ഉണ്ടായിരുന്നു, റിപ്പോർട്ടിലും അതേപടി ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ വിജിലൻസിൽ ടി.വി. പ്രശാന്തൻ തന്നോട് നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു, കൈക്കൂലി നൽകി എന്നതിനെ സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു എന്ന് ടി.വി. പ്രശാന്തൻ മൊഴി നൽകിയിരുന്നു. അത് ശരിയാണ് എന്നതാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വിജിലൻസിൻ്റെ കണ്ണൂർ യൂണിറ്റിൽ ടി.വി. പ്രശാന്തൻ എത്തുന്നതിൻ്റെ CCTV ദൃശ്യം പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതും ഈ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില ഈ പഴുതുകൾ, അതായത് നവീൻ ബാബുവിനെതിരായി വരുന്ന പഴുതുകൾ തന്നെയാണ് വീണ്ടും പോലീസിൻ്റെ റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറയുന്നത്. ആത്മഹത്യാ പ്രേരണ നിലനിൽക്കും എന്ന് പറയുമ്പോൾ പോലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണത്തിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചില തെളിവുകൾ എന്ന രീതിയിൽ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി സാധൂകരിക്കപ്പെടുന്ന അത്തരം സംശയങ്ങൾ ഉണ്ടാക്കുന്ന തെളിവുകളാണ്. അത് പോലീസിന്റെ റിപ്പോർട്ടിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമുഖമായ ആത്മഹത്യാ പ്രേരണ നിലനിൽക്കും എന്ന് പറയുമ്പോഴും ആ റിപ്പോർട്ടിന്റെ വിശദമായ റിപ്പോർട്ട് പരിശോധിച്ചാൽ കൃത്യമായി ഈ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ കൈക്കൂലി വാങ്ങി എന്നതിനെ സൂചിപ്പിക്കുന്ന ചില സാധൂകരിക്കുന്ന ചില തെളിവുകൾ നിരത്തിയതുപോലെയാണ് നമുക്കത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കാര്യം തന്നെയാണ്
നവീൻ ബാബുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചത് ഈ കുറ്റപത്രവുമായി വിചാരണക്ക് പോയാൽ ഈ കേസ് വളരെ സുഗമമായി തള്ളിപ്പോകും, അതിനുള്ള കാര്യങ്ങൾ മാത്രമേ ഈ കുറ്റപത്രത്തിലുള്ളൂ, പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നടന്നത് എന്നായിരുന്നു നവീൻ ബാബുവിൻ്റെ ആരോപണം. ആ ആരോപണത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയിട്ടുള്ള ഹർജി അത് വീണ്ടും ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. അന്ന് വിശദമായിട്ടുള്ള വാദം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അതോടൊപ്പം പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ വിശദമായ വാദം കേൾക്കും. അതിനുശേഷം മാത്രമായിരിക്കും കോടതി ഒരു തീർപ്പിലേക്ക് പോവുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. ആ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഇത് വിശദമായി തന്നെ ഇത്തരത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ കാര്യങ്ങൾ ഇതേ വാദങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിലും അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായത്. ആ കാര്യങ്ങൾ അത് തള്ളിക്കളയുകയാണ് മേൽക്കോടതികൾ ചെയ്തത് എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് ഈ കൃത്യമായ അന്വേഷണം നടന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് ഈ ഹർജി തള്ളിക്കളയണം എന്നതാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ആമുഖത്തിൽ ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്ന് പറയുമ്പോഴും അതിന്റെ ഉള്ളടക്കത്തിൽ മുഴുവൻ നവീൻ ബാബുവിനെ ക്രൂശിക്കുന്ന, അദ്ദേഹത്തെ സംശയനിലാക്കുന്ന ഈ പറയുന്ന ദിവ്യയ്ക്ക് അനുകൂലമായ സാക്ഷിമൊഴികൾ ഏറെയുണ്ടെന്ന ആരോപണമാണ് കുടുംബം ഉയർത്തിയത്. അതോടൊപ്പം കുടുംബം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ദിവ്യയ്ക്ക് ബന്ധമുണ്ടോ, ദിവ്യയും പ്രശാന്ത് ബാബുവും തമ്മിൽ ബിനാമി ഇടപാടുകളുണ്ടോ, ദിവ്യയും പ്രശാന്ത് ബാബുവും തമ്മിലുള്ള ഫോൺ കോളുകൾ പരിശോധിക്കുന്ന അടക്കമുള്ള ചില ആവശ്യങ്ങൾ കുടുംബം ഉയർത്തുന്നുണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണം നീങ്ങിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന കൂടി അവരുടെ ആരോപണങ്ങൾ കൂടി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനില്ലേ അരുൺ? തീർച്ചയായും ഇതിൽ ആദ്യഘട്ടം മുതൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അല്ലെങ്കിൽ കുടുംബവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനൊക്കെ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം അവരുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നൽകിയിട്ടുള്ള ഹർജികളിൽ അവർ ആവശ്യപ്പെട്ട കാര്യം ഇതിൽ ഒരു വിശദമായ അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല. ആത്മഹത്യാ പ്രേരണ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് തെളിയിക്കുന്ന ചില അന്വേഷണത്തിനപ്പുറത്തേക്ക് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം, അതായത് ഒരു ബിനാമി ഇടപാടൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട്. എന്താണ് ഇതിൽ വിവാദ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തനും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം. അവർ തമ്മിലുള്ള CDR പരിശോധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഇതിനു മുമ്പ് തന്നെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ ഈ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നതും ആ കാര്യങ്ങളൊക്കെ TV പ്രശാന്തനുമായി പങ്കുവച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ഈ പെട്രോൾ പമ്പിനെ സംബന്ധിച്ച് തന്നെ ഈ ഒരു പെട്രോൾ പമ്പ് ഉടമയ്ക്ക് വേണ്ടി PP ദിവ്യ എന്തിനാണ് ഇത്ര വൈകാരികമായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ യാത്രയപ്പ് ചടങ്ങിലും അല്ലെങ്കിൽ മറ്റുമായി ഇടപെട്ടത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാക്കണം എന്ന് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വിശദമായ അന്വേഷണം നടന്നാൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരൂ എന്ന് അവർ പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള അന്വേഷണം എന്തായാലും ഇതിൽ നടന്നിട്ടില്ല. ഇതിൽ ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിനെ സംബന്ധിച്ചുള്ള പോലീസിന് കൃത്യമായി അതിൽ അന്വേഷിച്ച് ഒരു തീർപ്പ് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ചില സംശയത്തിന് നിഴലിൽ നിർത്തുന്ന ചില തെളിവുകൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് ആ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ വാദമുഖങ്ങൾ ഇതിൽ ഉയർന്നു വരുമെന്നത് യാഥാർത്ഥ്യമാണ്. സുഹേൽ.